നമസ്കാരം. പൂരാടം നക്ഷത്രക്കാർക്ക് 2024 എന്തൊക്കെയാണ്, ഗുണമാണോ ദോഷമാണോ മുന്നിട്ട് നിൽക്കുന്നത്? എന്തൊക്കെയായിരിക്കാം അവർക്ക്? പൊതുവിൽ 7.5 ശനി കഴിഞ്ഞ ഒരു 2023 കാലഘട്ടത്തിൽ ചില യുവജനങ്ങൾക്കൊക്കെ വിവാഹം നടന്നു. ചിലവർക്കൊക്കെ കുടുംബത്തിൽ അസ്വാരസ്യങ്ങളുണ്ടായി. ചിലവരുടെയൊക്കെ മാതാപിതാക്കൾക്കൊക്കെ രോഗദുരിതങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, പൊതുവിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടുകൾ, സ്ഥാനഭ്രംശങ്ങൾ, ഇങ്ങനെ പലതും ഉണ്ടായിട്ടുണ്ട്. എങ്കിലും പൊതുവിൽ ഈ 2024 എന്ന് പറയുന്ന വർഷം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഗുണദോഷ സമ്മിശ്രവും ഗുണവും ആയിരിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. മനസ്സിൽ ആഗ്രഹിച്ച പല കാര്യങ്ങളും നമുക്ക് നന്നായിട്ട് ചെയ്തു തീർക്കാൻ പൂരാട നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. പ്രതീക്ഷയിൽ കവിഞ്ഞ വരുമാനം നിങ്ങൾക്ക് ലഭിക്കുന്നതും പ്രതീക്ഷിക്കാത്ത സ്ഥലത്തു നിന്ന് നിങ്ങൾക്ക് ആദായവ്, വരുമാന വർധനവ്, ധനാഗമം ഉണ്ടാകുന്നതുമാണ് ഈ ഒരു 2024 എന്ന് പറയുന്ന ഒരു വർഷം. സന്താനഭാഗ്യം കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള യോഗവും കൂടി വന്നു ചേരുന്നുണ്ട്. പിതൃക്കൾക്ക് തുല്യരായ ആളുകൾക്ക്, അച്ഛന് തുല്യമായ ആളുകൾക്കോ രോഗദുരിതങ്ങളോ ആശുപത്രിവാസമോ ഒക്കെ വന്നു ചേരാം. ഏതെങ്കിലും സ്വയം തൊഴിലോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ചില്ലറ നഷ്ടങ്ങളും, ചിലപ്പോൾ കടയൊക്കെ സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് അതൊക്കെ അടച്ചിടേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ പോലും വന്നു ചേരാം. അത് നടത്തിക്കൊണ്ടു പോകാനൊക്കെ ചിലപ്പോൾ അവർക്ക് സാധിക്കാതെ വന്നു എന്ന് വരാം. കുടുംബത്തിൽ സമാധാനമുണ്ടാകുന്ന പല സന്ദർഭങ്ങളും ഉണ്ടാകാം. മാതാപിതാക്കളെയൊക്കെ പിരിഞ്ഞിരിക്കേണ്ടതായിട്ടും സ്വജനങ്ങളെ, ബന്ധുക്കളെയൊക്കെ പിരിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്നുണ്ട്. ശത്രുശല്യം വളരെയേറെ ദോഷം ചെയ്യുന്നതാണ്. ശത്രുക്കളിൽ നിന്നുള്ള ശല്യം കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ പല കാര്യങ്ങളും മാറ്റിവെക്കേണ്ടതായിട്ടൊക്കെ വന്നു ചേരാം. മനസ്സിന് അഹിതങ്ങളായിട്ടുള്ള പല കാര്യങ്ങൾക്കും നിങ്ങൾ കൂട്ടുനിൽക്കേണ്ടി വരുന്നതും അതുമൂലം നിങ്ങൾക്ക് സ്വയം ഒരു മനോദുഃഖം അനുഭവിക്കേണ്ടതായിട്ടും വന്നു ചേരുന്നുണ്ട്. ഈ 2024 എന്ന് പറയുന്ന വർഷത്തിൽ നെല്ല് കർഷകരായ ആളുകൾക്ക് നല്ല ആദായം പ്രതീക്ഷിക്കാം. കൃഷിയിൽ നിന്നൊക്കെ ആദായം പ്രതീക്ഷിക്കാം. നിശ്ചയിച്ചുറപ്പിച്ചതായിട്ടുള്ള വിവാഹം നടക്കുന്നതാണ്. സാമ്പത്തിക നിലയിൽ ചില്ലറ വ്യതിയാനങ്ങളും സാമ്പത്തിക കാര്യത്തിൽ ചില്ലറ മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിന് നല്ല ഉന്മേഷം ഉണ്ടാകുന്നതാണ്. സാമ്പത്തിക കാര്യങ്ങളൊക്കെ ചെറിയ തോതിൽ ഒരു ഉയർച്ചയിലേക്ക് എത്തുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പൊതുവെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ ഉത്സാഹവും ഉന്മേഷവും ഒക്കെ കുറയുന്നതും അലസയും മടിയൊക്കെ മൂലം അവർക്ക് മാർക്ക് കുറയാനും മത്സര പരീക്ഷാ രംഗത്ത് അവർക്ക് പരാജയം സംഭവിക്കാനും കാരണമാകുന്നുണ്ട്. സന്താനങ്ങളുടെ വിവാഹം നടത്താനായിട്ട് സാധിക്കുന്നതാണ്. സ്ഥലം മാറ്റം ആഗ്രഹിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അതിനുകൂടിയുള്ള ഒരു അവസരമൊക്കെ വന്നു ചേരുന്നുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള പല കാര്യങ്ങളും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടതായിട്ടും മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി നമുക്ക് പല കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടൊക്കെ വരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ബാധ്യതകൾ നിങ്ങൾക്ക് പിന്നെയും ആശ്രയിക്കേണ്ടതായിട്ട് വരും. കൂടുതൽ കടക്കാരെ ആശ്രയിക്കേണ്ടതായിട്ട് വന്നു ചേരുന്നുണ്ട്. പിതാവിന് ആശുപത്രിവാസം വരുന്നത് കൊണ്ടും നിങ്ങൾക്ക് ചികിത്സാ ചെലവിനായിട്ട് പണം കണ്ടെത്തേണ്ടതായിട്ടൊക്കെ സാഹചര്യങ്ങൾ വന്നു ഭവിക്കാം. കർമ്മരംഗം വളരെ മന്ദഗതിയിലാണ് മുന്നോട്ട് പോവുക. എങ്കിലും വർഷാവസാനത്തോടുകൂടി നിങ്ങളുടെ സമചിത്തതയോടുകൂടിയുള്ള പെരുമാറ്റം കൊണ്ട് പല നേട്ടങ്ങളും നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ബിസിനസ് രംഗത്ത് ശത്രുദോഷം വല്ലാതെ അനുഭവിക്കേണ്ടി വരുന്നതാണ്. പലതരത്തിലുള്ള ശത്രുക്കളിൽ നിന്നുള്ള പല പീഡകളും ശത്രുപീഡയായിട്ട് നിങ്ങളെ ബാധിക്കുന്നതാണ്. കുറേ കാലമായിട്ട് ചിന്തിച്ച് മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന പല ആഗ്രഹങ്ങളും, പല വ്യവസായങ്ങളൊക്കെ തുടങ്ങാനായിട്ടാണെങ്കിലും ചെറുതായിട്ട് തുടങ്ങാനായാലും വലുതായിട്ട് തുടങ്ങാനൊക്കെ ആയിട്ട് ചിന്തിച്ചിരുന്നവർക്ക് അതിനുള്ള സാധ്യതകളൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. പുതിയ സൗഹൃദങ്ങളും ബിസിനസ് പങ്കാളികളും ഒക്കെ ഗുണകരമാവില്ല എന്നുള്ളത് കൊണ്ട് അവരെ അകറ്റി നിർത്തുന്നത് വളരെ നന്നായിരിക്കും. സ്ത്രീകൾ മുഖാന്തരം അപമാനം വരാതിരിക്കാൻ പ്രത്യേകം ജാഗ്രത പുലർത്തുക. വസ്തു, വീട് ഇവയൊക്കെ വിൽപ്പന നടത്തേണ്ടി വരുന്ന സാഹചര്യങ്ങളും ഉണ്ടാവാം. വസ്തുവോ വീടൊക്കെ ഉണ്ടെങ്കിൽ അത് വിറ്റ് നമ്മുടെ സാമ്പത്തിക ബാധ്യതകളൊക്കെ നമുക്ക് നിഷ്പ്രയാസം പരിഹരിക്കാനൊക്കെ ആയിട്ട് നമ്മൾ ശ്രമിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ദോഷപരിഹാരമായിട്ട് മഹാവിഷ്ണുവിനെ പൂജിക്കുക. മഹാലക്ഷ്മിയെ പൗർണമി നാളിൽ വെള്ളിയാഴ്ച ദിവസമൊക്കെ വീട്ടിൽ തന്നെ മഹാലക്ഷ്മിയെ പൂജിക്കുന്നതും കുടുംബാംഗങ്ങളെല്ലാവരും കൂടെ ഒത്തൊരുമിച്ചിരുന്ന് മഹാലക്ഷ്മിയെ പൂജിക്കുന്നതും മഹാലക്ഷ്മി ജപം മന്ത്രം ഒരു ഗുരുവിൽ നിന്ന് ദീക്ഷയായിട്ടെടുത്ത് 108 എല്ലാ ദിവസവും അതിരാവിലെ ജപിക്കുന്നതുമൊക്കെ നിങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സ് ഉയരുന്നതിന് നന്നായിരിക്കും. മാത്രമല്ല മഹാലക്ഷ്മി യന്ത്രം എഴുതി, തങ്കത്തകിടിൽ മഹാലക്ഷ്മി യന്ത്രം എഴുതി നിങ്ങൾ അനുഗ്രഹാശിസ്സുകളോടുകൂടി അത് യഥാവിധി പൂജിച്ച് ഏലസായിട്ട് കവചമായിട്ട് ധരിക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സ് വർദ്ധിക്കുന്നതിന് ഉതകുന്നതാണ്. തീർച്ചയായിട്ടും നല്ല ഒരു 2024 ആയിരിക്കട്ടെ. 24 എന്ന് പറയുന്ന വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമുള്ളതായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.